എന്നും ഇതൊക്കെ തന്നെ. ആ എവള് നന്നാവത്തില്ലേ? എടി, അവരാദ്യമായിട്ടായി വീട്ടിൽ വരുന്നത്. വായിക്ക് രുചിയായിട്ട് വല്ലതും ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ടോ? ഒരുമാതിരി നന്ദിയോട് സംസാരിക്കരുത് കേട്ടാ. ഇത്രയും നാള് ഞാൻ വെച്ചുണ്ടാക്കിയത് തന്നെയല്ലേ നിങ്ങൾ തിന്നിരുന്നത്. അതിനൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. കുഴപ്പമുണ്ടായിരുന്നേ തന്നെ നീ ഇവിടെ എന്നെ വാ തുറക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? മനുഷ്യ, എന്റെ വായിലിരിക്കുന്നത് വല്ലതും കേൾക്കും നിങ്ങള്. മതി, നിർത്ത്. മേഡം. എന്താ എന്താ ഇവിടെ ഒരു തർക്കം? അതെപ്പോഴും ഉള്ളതാ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി ഇവൾ എന്നോട് തർക്കിക്കാൻ തുടങ്ങിയതാ. പിന്നെ പിള്ളേരായി, പിള്ളേരുടെ കല്യാണ പ്രായമായി. എവിടെ തർക്കം തീർന്നിട്ടില്ല, ഇപ്പോഴും തർക്കിച്ചോണ്ടേ ഇരിക്കുക. പറയുന്ന കേട്ടാ തോന്നുന്നു ഇങ്ങനെ ഒന്നും പറയുന്നില്ലെന്ന്. എന്റെ ഫിദാ മേഡം, നിങ്ങൾ കേൾക്കണം. മേഡം ഇപ്പൊ കഴിക്കാൻ വന്നതാ. ഭക്ഷണം കഴിക്കട്ടെ. ഇരിക്കും മോളെ, നീ അങ്ങോട്ട് വിളമ്പി കൊടുത്തേ. ഇരിക്കും മോളെ. അയ്യോ, ഇരിക്കും മോളെ, ഇരിക്ക. എനിക്കൊന്നും വേണ്ട. കാറിലിരിക്കുമ്പോ ഇടയിൽ ഞാൻ എന്തെങ്കിലും കഴിക്കാമോ എന്ന് ചോദിച്ചു. അത് കഴിച്ചില്ല. ജ്യൂസ് വാങ്ങിച്ചു, അതും കുടിച്ചില്ല. ഇനി എന്തെങ്കിലും കഴിക്കാതിരുന്നാലേ എനിക്ക് ദേഷ്യം വരൂ കേട്ടോ. അമ്മയല്ലേ പറയുന്നേ കൊച്ചേ, കഴിക്കങ്ങോട്ട്. അല്ല, അമ്മയെ പോലെയല്ലേ എപ്പോഴും ഫിദാ മേഡം പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്. മോള് കഴിക്കേ. വേണ്ട. മൂക്കിന്ന് ഞാൻ വാരിത്തരാം. മേഡം എനിക്ക് കഴിക്കും മോളെ. മോള് വയറ് നിറച്ച് കഴിച്ചാലേ ഞാനും കഴിക്കും. കഴിച്ചേ. രാധിക മോളെ, ഭക്ഷണം എങ്ങനെയുണ്ട് എന്ന് ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ. അഹങ്കാരാന്ന് കരുതണ്ട. ഞാൻ എന്തുണ്ടാക്കിയാലും അതിനൊരു പ്രത്യേക സ്വാദാണ്. എന്റെ പൊന്നു മോളെ അങ്ങ് സമ്മതിച്ചു കൊടുത്തേരെ, അല്ലെങ്കിൽ സ്വൈരം തരത്തില്ല. ജയന്തി, നീ വന്നേ. അവരവിടുന്ന് കഴിക്കട്ടെ. നീ വന്നേ, വാ വന്നേ. അല്ലെങ്കിൽ മാന്യന്മാരായിട്ട് ഇങ്ങനെ ഇടപെടുന്നത് പുള്ളിക്ക് ഇഷ്ടമല്ല. കഴിക്കാൻ സമ്മതിക്കത്തില്ല. വന്നോളാം.